എല്ലാവർക്കും വെൽക്കം മച്ചാന്മാരെ. ഞാൻ നിൽക്കുന്നത് നല്ല അടിപൊളി കിടുക്കാച്ചി ചായത്തോട്ടത്തിന്റെ ഉള്ളിലാണ് ഞാൻ നിൽക്കുന്നത്. മച്ചാന്മാരെ, ഇന്നത്തെ എൻ്റെ ബ്ലോഗ് വെറൈറ്റി ആയിട്ടുള്ള ഒരു നല്ല കിടുക്കാച്ചി ബ്ലോഗാണ്. കിടക്കാച്ചി ബ്ലോക്ക് നല്ല കൊടകിൻ്റെ ഉള്ളിലുള്ള നല്ല ചായത്തോട്ടങ്ങൾ കാണണം. കൊടകിൻ്റെ ഉള്ളിൽ ചായത്തോട്ടം ഗായ്സ്. ഒരുപാട് ആൾക്ക് കൊടകിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരുടെ ചായത്തോട്ടം കൊടകിൽ എവിടെ എന്നൊന്നും അറിയില്ല. അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു തരാം ഗായ്സ്. അങ്ങനെ അറിയുന്ന ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ നോ ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ മാതിരി കൊടകിൻ്റെ ഉള്ളിലുള്ള ചായത്തോട്ടം നോക്കാൻ നമ്മൾ പോകുന്നത്. അപ്പോൾ ചായത്തോട്ടം നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾ സ്വപ്നത്തിലെല്ലാം ഇങ്ങനെ പച്ചപ്പാടാക്കിക്കൊണ്ടും മുറക്കത്തിലൊക്കെ ഭയങ്കര എനിക്ക് ചായത്തോട്ടം കാണണം. ചായത്തോട്ടം കാണുന്നത് പോയി വന്നാൽ എനിക്ക് ചായത്തോട്ടം സ്വപ്നത്തിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചായത്തോട്ടം കാണാനാണ് ഇന്ന് പോകുന്നത് ഗായ്സ്. അപ്പോൾ മിസ്സാക്കാണ് ഫുള്ളായിട്ട് വീഡിയോസ് കാണാൻ കണ്ടിട്ട് നല്ല ഇഷ്ടമായിട്ടുള്ള നല്ല അടിപൊളി കിടുക്കാച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുകയുള്ളൂ ഗായ്സ്. ഓക്കെ. അപ്പോൾ വീഡിയോസ് ഫുള്ളായി കണ്ടിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലീസ്. ചങ്ക് പോലെ നിന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാന്മാർ എന്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പിന്നെ അതിൻ്റെ അടുത്തടിക്കുന്ന ബെൽ ബട്ടൺ ഒന്ന് കുത്തിപ്പൊട്ടിക്കുക. ഓക്കെ. ഇപ്പോൾ കിട്ടാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഉദിക്കേരി. ഈ ഉദിക്കേരിയിൽ നിന്ന് അടുത്ത സ്റ്റോപ്പാണ് ഷെട്ടിക്കേരി. ഷെട്ടിക്കേരിയിൽ നിന്ന് ഡി ഷെട്ടിക്കേരിയിൽ നിന്ന് റൈറ്റ് സൈഡ് ബിർണാണി. ആ ബിർണാണി റോഡിൽ നേരെ പോകുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച ചായത്തോട്ടം കാണാൻ പോകുന്നത്. എങ്ങനെ ചായത്തോട്ടം 3 പ്രാവശ്യം പറയണം കേട്ടോ. നിങ്ങൾ പറയും നോക്കട്ടെ. ചായത്തോട്ടം അങ്ങനെ. ഓക്കെ. അങ്ങനെ. അപ്പോൾ നോക്കി ഗീടുതന്നെ കാണുമ്പോൾ കണ്ട ആകാശം നീല കളറായി എന്തോ ഒരു ഗ്ലാമറാണ് മക്കളെ നമ്മളെ കൊടകിൻ്റെ ഉള്ളിലുള്ള ആ ബ്യൂട്ടി. ഓ മൈ ഗാഡ്, ഓ വാട്ട് എ കുത്തില്ല മുംബൈ. അപ്പോൾ അങ്ങനെയാണ് ഗൈസ് സംഗതി. ഓക്കെ. എന്താ ബ്യൂട്ടി കാണാൻ. ഓ മൈ ഗാഡ് മക്കളെ, കൊടകിൻ്റെ ഉള്ളാണ് കേട്ടോ ഇതല്ലോ ഗൈസ്. നമുക്ക് ലോങ് കാണുന്നൊരു വ്യൂ ആണ്. വലിയ മല, എന്തൊരു അടിപൊളി ഭംഗിയാണ്. ഓ മാൻ, നമ്മൾ ഏകദേശം ഇപ്പം ഈ മലൻ്റെ അടുത്തുകൂടെയൊക്കെ പോട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏകദേശം ആ മലൻ്റെ അടുത്തുകൂടെയൊക്കെ നമ്മളിങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള വ്യൂ നിങ്ങൾ കാണുക, കണ്ടുകൊണ്ടേ ഇരിക്കുക. ഓക്കെ. റോട്ടിൽ വെച്ച് ചവിട്ടിക്കൊണ്ട് പിടിച്ചാലുണ്ടല്ലേ എവിടെ എത്തുമെന്ന് തന്നെ അറിയില്ല നമുക്ക്. അപ്പം അങ്ങനെ എന്തായാലും വെച്ച് ചവിട്ടി പിടിക്കണ്ട, നോക്കിയിട്ട് മെല്ലെ ചവിട്ടി പിടിക്കുക. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നതാണ്. അത് വന്നിട്ടാറ് മാപ്പിളെ, വന്നിട്ടാറ് ചായത്തോട്ടം, വന്നിട്ടാറ് ചായത്തോട്ടം, ചായത്തോട്ടം, മാപ്പിളെ ചായത്തോട്ടം വന്നിട്ടേ. ഇതാണ് ചായത്തോട്ടം. ഞാൻ പറഞ്ഞില്ലേ അത് ചായ ഇതോ ഇത് കാണാം. വേണം. ഇതൊരു 10,000 ഏക്കർ ഉണ്ടാവും മക്കളെ. ഇങ്ങനെ
ഒരു 10,000 ഏക്കർ ഇങ്ങനെ ചായത്തോട്ടമായിട്ട് ഇങ്ങനെ വിതരണ കറക്കാണ്. അപ്പോൾ ചായത്തോട്ടത്തിൻ്റെ അടിയിൽ നമ്മളിങ്ങനെ പാട്ട് പിടിക്കാൻ ചായത്തോട്ടത്തിൽ ചായ കുടിക്കാൻ വന്നതാണ്. വീട്ടിലാക്കി ചായ കുടിക്കണ ഇവിടുന്ന് ചായത്തോട്ടത്തിൽ നിന്നിട്ട് ചായ കുടിക്കണ ഇറങ്ങണ സെറ്റായിട്ട്. ഇവിടെ എടുത്തുണ്ട് ഫോട്ടോ പിടിക്കണായിട്ട് പോയിട്ട് എവിടെക്കടാ പോന്ന് കാണൂലട അത്ര ദൂരം പോയാലേ. ആ ഫോട്ടാ നോക്ക് സ്റ്റൈലാക്കി നിൽക്കുക. എങ്ങനെ നിൽക്കുന്ന ഒന്ന് മേലോട്ട് നോക്കിക്ക്. എങ്ങോട്ട് നോക്കുന്നേ? ഇങ്ങോട്ട് നോക്ക്, റൈറ്റ് സൈഡിക്ക്. ഒന്നായി. ഇനി ലെഫ്റ്റ് സൈഡിക്ക് നോക്ക്. ചായത്തോട്ടോ അടിപൊളിയാ. ഒരിക്കൽ പറഞ്ഞാൽ പോരാ അല്ലേ? കൊടകിൻ്റെ ഉള്ളിലും ചായത്തോട്ടം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കില്ല. അതും കിടിലമായ നല്ല അടിപൊളി ഒരു 10 ഏക്കറ അല്ലേ? 10 ഏക്കർ എന്നല്ല, ജാസ്തി ഇല്ല. അവരുടെ ഒരു 1000 ഏക്കർ ഉണ്ടാവും അല്ലേ? ഭയങ്കരമായിട്ടുണ്ട് ഗൈസ്. ഒരു 1000 ഏക്കർ ഉണ്ടാവും ഇത് ചായത്തോട്ടം മാത്രം. ഓക്കെ, പൊളി സീനാണ് ഗൈസ്. കൊടകിൻ്റെ ഉള്ളിലുള്ള ചായത്തോട്ടങ്ങൾ നിങ്ങൾ കണ്ടല്ലോ ഗൈസ്. അപ്പോൾ നല്ല ഈ ചായത്തോട്ടത്തിൻ്റെ ഭാഗങ്ങളും നമ്മളെ ഈ രസകരമായിട്ടുള്ള ഈ കാഴ്ചകളും ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലീസ് ചങ്കോലെ നിന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാന്മാർ സബ്സ്ക്രൈബ് പ്ലീസ്. ഓക്കെ, അത് പറഞ്ഞാൽ മതി. ബൈ. വീഡിയോ കണ്ടതിൻ്റെ ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.